ഹായ് എവരി വൺ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ, കിഡ്ക്കാച്ചി ആപ്ലിക്കേഷനുമായിട്ടാണ്. ഇത് നമ്മുടെ മൊബൈലിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന അത്യാവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇയാൾ വീണ്ടും ആപ്പും കോപ്പുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണ്ട. കാരണം ആൻഡ്രോയിഡ് മൊബൈലിനെ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ യൂസറെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. സാധാരണ ഒരു കോൾ ചെയ്യാനോ SMS ചെയ്യാനോ ഒന്നും അല്ലല്ലോ നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചേ പറ്റൂ. ഉദാഹരണത്തിന് ഇപ്പോൾ വാട്സാപ്പിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് വാട്സാപ്പ് വേണ്ട, നമ്മൾ ആപ്ലിക്കേഷൻ അല്ലേ അത് ഇൻസ്റ്റാൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഈ മൊബൈലിൽ വാട്സാപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മൊബൈലിൽ ലഭിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ലഭിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണ് എന്നും എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നും നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകും, അതുപോലെ തന്നെ മൊബൈൽ ഹാങ് ആകും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ്റെയും കേഷ് ഡാറ്റ, അതായത് കേച്ച് ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ടെമ്പററി ഫയലാണ് ഈ ഒരു കേഷ് ഡാറ്റ. ഇപ്പോൾ വാട്സാപ്പ് ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റോറേജ് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ കേച്ച് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കേഷ് ഡാറ്റ നമുക്ക് 41.71 MB ഉണ്ട്. അതിപ്പോൾ ക്ലിയർ കേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും MB നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ ഓരോ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്കിപ്പോൾ വാട്സാപ്പ് ഇപ്പോൾ ഞാൻ നോക്കിയല്ലോ, ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഇതുപോലെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ എത്ര ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ ഓരോ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാണിച്ചു തരാം. ഫേസ്ബുക്കിൻ്റെയും ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് എടുക്കുമ്പോൾ ഇവിടെ തന്നെ ക്ലിയർ കേച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. കേച്ച് ഡാറ്റ ഇവിടെ 571 MB ആണ് ഇവിടെ ഉള്ളത്. ക്ലിയർ കേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും MB ലാഭം കിട്ടും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെയും ഓരോന്നോരോന്ന് എടുത്ത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ സ്വൈപ്പ് ചെയ്യുക, ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതാ ഇവിടെ ഉണ്ട്, അത് ഓഫിലാണ്, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം, വീണ്ടും ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കേഷ് ഡാറ്റ 9 GB ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ മൊബൈലിൽ മൊത്തത്തിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ കേഷ് ഡാറ്റയാണ് 9 GB. നമുക്കത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 9 GB ആണ് നമുക്ക് ലാഭം കിട്ടുക. ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷൻ എത്രത്തോളം സ്റ്റോറേജ് എടുത്തിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ നോക്കുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ കാണുന്ന ടെമ്പററി ഫയൽ, അതായത് കേഷ് ഡാറ്റ നമുക്ക് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക്കിൽ തന്നെ വെക്കുക കേട്ടോ. ഓട്ടോമാറ്റിക്കിലാണ് ഇവിടെ ടിക്ക് മാർക്ക് ഉള്ളത്. സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ വായിച്ചു നോക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അലോ പെർമിഷൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക, വീണ്ടും ബാക്ക് വരിക. ഇവിടെ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത ഉടനെ തന്നെ ഇവിടെ വീണ്ടും ക്ലിയർ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഓരോ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓരോന്നോരോന്ന്, ഞാനിപ്പോൾ സ്പീഡാക്കാണ്, ഓരോന്നോരോന്ന് ഇങ്ങനെ ആ കേഷ് ഡാറ്റ മാത്രം ക്ലിയർ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് 9 GB എനിക്കിവിടെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. 9 GB എനിക്ക് തിരികെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേഷ് ഡാറ്റ ഇവിടെ 00 ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്പീഡാക്കിയതാണ്, കാരണം ഓരോ ആപ്ലിക്കേഷൻ്റെയും നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ, അതുപോലെ ഓരോന്നോരോന്ന് കേഷ് ഡാറ്റ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലീൻ ചെയ്തിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു
നിങ്ങളുടെ ടെമ്പററി ഫയലുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് വീണ്ടെടുത്ത് തരും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും നമ്മുടെ മൊബൈലിൽ അത്യാവശ്യമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.